ഞാനല്ല വീട്ടിലോട്ട് പോകുന്നത്. കോട്ടയത്ത് നമ്മുടെ PR പ്രവീണയാണ് വീട്ടിലോട്ട് പോകുന്നത്. ഗുഡ് മോർണിംഗ് PR പ്രവീണ. ഏത് വീട്ടിലോട്ടാണ് രാവിലെ കൊടയൊക്കെ എടുത്ത്? വെരി ഗുഡ് മോർണിംഗ് സുജ. ഞാനൊരു വീട്ടിൽ വന്നിട്ടുണ്ട്. എനിക്കറിയാവുന്ന ആളാണ്, പക്ഷെ ഞാൻ വരുമെന്നുള്ളത് ആൾക്കറിയില്ല. എന്തായാലും ആളെ കാണുമ്പോൾ എല്ലാവർക്കും പരിചയം കാണും. കാരണം എന്ന് വെച്ചാൽ പുള്ളി കുറച്ച് പ്രശസ്തനാണ്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പുരപ്പുറത്ത് കയറി പ്രശസ്തനായ ആളാണ്. എന്തായാലും ഞാൻ എത്തിയിരിക്കുന്നത് ജസ്റ്റിൻ എന്ന് പറഞ്ഞ ആളുടെ വീട്ടിലാണ്. അത് വലിയ ബസ് മുതലാളിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ആ മുതലാളിയുടെ വീട്ടിലാണ്. എന്തായാലും വാതിലൊക്കെ തുറന്നു കിടപ്പുണ്ട്. എനിക്കറിയാവുന്നത് മാത്രം പോരല്ലോ, അവരെന്നെയും തിരിച്ചറിയണമല്ലോ. എന്തായാലും നമുക്ക് നോക്കാം. ഇല്ലേ? ഹലോ, നമസ്കാരം. മഴയത്ത് പുരപ്പുറത്ത് കയറാൻ പുരപ്പുറത്ത് കയറാനായിട്ട് മഴയായതുകൊണ്ട് രാവിലെ കമ്പനി പോയിട്ട് ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. എവിടെ കമ്പനി? സ്വന്തം കമ്പനി? സ്വന്തം കമ്പനി. മുതലാളിയാണ്. മുതലാളി ആരൊക്കെയുള്ളേ? ഞങ്ങളുടെ റിപ്പോർട്ടർ എന്ന് പറഞ്ഞ പരിപാടി, വീട്ടിലെ റിപ്പോർട്ടർ എന്ന് പറഞ്ഞ പരിപാടിയാണ്. രാവിലെ ആത്മീയമായ കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അതെ അതെ. രാവിലെ എല്ലാ ദിവസവും മമ്മി രാവിലെ പള്ളിയിൽ പോകും. അപ്പോൾ എനിക്ക് രാവിലെ കമ്പനിയിൽ പോകേണ്ടതുകൊണ്ട് അതിന് സമയം കിട്ടത്തില്ല. അപ്പോൾ ബസ് മാത്രമല്ല, വേറെ ഉണ്ട്. ഉണ്ട്. തേങ്ങാ ചമ്മന്തിപ്പൊടിയുടെ ബിസിനസ്സാണ്. അത് മമ്മി തുടങ്ങിയതാണ്. എല്ലാം കൂടി ഒരു ചമ്മന്തി വരും. അതെ 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 അതെ. ഹലോ, സ്കൂൾ അവധിയല്ലേ? ചിത്രകലയൊക്കെയാണ് പരിപാടി. ആണ്. മഴയത്ത് ആണോ? സ്കൂൾ പഠിച്ച് പാട്ട് പാടുവോ? കേക്കട്ടെ. അടിപൊളി. ഹലോ, എന്തെയ്യണു? സ്പോർട്സ് ആണോ? ഏതാണ്? സ്കേറ്റിംഗ്. മത്സരങ്ങൾക്ക് പങ്കെടുക്കുന്നുണ്ടോ? ഉണ്ട്. കുറേ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടല്ലേ? അടിപൊളിയാണല്ലോ. അപ്പൊ ജസ്റ്റിനെ, ഈ സ്പോർട്സ് ജസ്റ്റിൽ നിന്ന് കിട്ടിയതാണോ? പുറപ്പുറത്ത് കയറിയതിന്റെ ജസ്റ്റിന്റെ അച്ഛനായിരുന്നു അല്ലേ? പേര് ജോൺ വിളിക്കുന്നത്. കുഞ്ഞു ഉണ്ട്. അപ്പൊ ഈ കോട്ടയത്ത് ആര് ജയിക്കും? അവാർഡുകളുണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്, എല്ലാത്തിലും ഉണ്ട്. മോനെ പുറപ്പുറത്ത് കയറാൻ പഠിപ്പിച്ചതാരാ? അതന്നേരത്തെ സാഹചര്യം കൊണ്ട് അങ്ങനെ ചെയ്തതാ. കോട്ടയത്ത് ആര് ജയിക്കും? ഭയങ്കര ഇഷ്ടമായിരുന്നു. അതെ, കോട്ടയത്ത് ഞങ്ങള് UDFന്റെ ആൾക്കാരാ. കോൺഗ്രസിന്റെ. അതെ, അത് ജയിക്കണമെന്നാ ഞങ്ങളുടെ വിചാരം. ജസ്റ്റിന്റെ വൈഫ് എന്താ വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഞാനിപ്പോ ഹൗസ് വൈഫാ, വർക്ക് ചെയ്യുന്നില്ല. ഞങ്ങൾ വന്നിട്ട് ഒരു ചായ കുടിച്ചോന്ന് ചോദിച്ചോ? ചായ എല്ലാം റെഡിയാക്കി വെച്ചേക്കുക. ആണതെ, ഇപ്പൊ തരാം. എന്നിട്ടില്ല, ഞാൻ ഹൗസ് വൈഫ് തന്നെ, വർക്ക് ചെയ്യുന്നില്ല. അല്ല, ഈ മഴയത്ത് വീട്ടില് അടുക്കള പണിയൊന്നും ഉണ്ട്. രാവിലത്തെ തുടങ്ങാൻ പോകുന്നല്ലേ ഉള്ളൂ. തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. രാവിലത്തെ ഇനി കഴിച്ചു വെച്ചാൽ മതി. അമ്മ പേരെന്താ? സെലിന്ന് വിളിക്കും. ത്രേസ്യാമ്മ എന്നാ പേര്. 2-3 പേരുള്ളതുകൊണ്ട് ഏതാണ് വിളിക്കേണ്ടതാണല്ലേ? ത്രേസ്യാമ്മ എന്നാ ഒഫീഷ്യലേ. പിന്നെ സെലിന്ന് പേര്. സെലിന്ന് വിളിച്ചാൽ എല്ലാവരും അറിയും. ഈ റിപ്പോർട്ടർ ചാനലിലെ പരിപാടിയൊക്കെ വാർത്തയൊക്കെ കാണാറുണ്ടോ? ഇടയ്ക്കൊക്കെ കാണും. എല്ലാം നമ്മുടെ കൂടെ സുജയുണ്ട്. സുജയായിട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ചോദിച്ചിട്ട് അന്ന് സാറിനായിട്ട് വിലാപയാത്ര വന്നപ്പോ തിരുവനന്തപുരത്ത് നിന്ന് വണ്ടിയല്ലേ ഡോറ് തുറന്നു തരാമോന്ന് ഓർക്കുന്നുണ്ടോന്ന് അറിയത്തില്ല. സുജയെ വണ്ടിക്കകത്ത് കയറ്റിയെന്ന് മറ്റുള്ള ചാനൽ പരാതിപ്പെട്ടപ്പോ അതിന്റെ പിന്നിൽ ജസ്റ്റിനായിരുന്നു. അല്ല, അത് എല്ലാരും വന്ന് ചോദിച്ചു. മാത്രം തുറന്നു. അല്ല, ആദ്യമേ നികേഷ് കുമാറാ വന്നത്. അപ്പൊ അന്നേരം ആരെയും വണ്ടിക്കകത്ത് കയറ്റണ്ടെന്ന് മൊത്തത്തില് പറഞ്ഞായിരുന്നു. കാരണം അതുപോലെയാണ്. അപ്പോൾ എല്ലാരെയും കയറ്റണ്ടേ. പിന്നെ അങ്ങനെ KPC പ്രസിഡന്റ് അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും പറഞ്ഞു. അങ്ങനെ ഓരോരുത്തർക്ക് 5 മിനിറ്റ് വീതം. പക്ഷെ ഏറ്റവും കൂടുതൽ നിന്നയാള് സുജിയ പാർവതിയാണ്. ചോദിക്കാനുണ്ടോ? അതെ, സുജയ നോക്കി നിൽക്കുന്നുണ്ട്. നമസ്കാരം. ഞാൻ കേട്ട് ആലോചിക്കുന്നുണ്ട്, ഈ കക്ഷിയാണോ അന്ന് ഞാൻ കണ്ടത്? അതെ, അന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് ഒരു ബ്ലാക്ക് ഷർട്ട് ആയിരുന്നു തോന്നുന്നു. അതെ, സുജയുടെ ഡ്രസ് കോഡ് വരെ ഓർമ്മയുണ്ട്. ഞങ്ങളും അന്ന് പണിയെടുത്തിരുന്നു, ഞങ്ങളൊക്കെ കണ്ടിരുന്നു. പല വണ്ടിയിൽ ഇങ്ങനെ പോകുന്നത്. നമ്മളന്നേരം വേറൊരു മൈൻഡിലായിരുന്നു. കാരണം ആ രണ്ട് ദിവസവും അങ്ങനെ സാറിന്റെ കൂടെ. സുജയുടെ ചോദിക്കാനുണ്ടോ? നല്ല അവതരണ, നല്ല രീതിയിലാണ്
ഇങ്ങനെ നിങ്ങളുണ്ട്. കാരണം നിങ്ങൾ ഫീൽഡിലെ വർക്കാണ് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്. നല്ല വർക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ വീട്ടിൽ വന്ന് ഞങ്ങൾ ഡിബേറ്റ് കാണുന്നത് ഇവരുടെ ഓരോരുത്തരുടെയും ഡിബേറ്റ് കാണുന്നത്. വീട്ടിൽ പക്ഷെ നിങ്ങൾക്ക് എതിരായിട്ടൊക്കെ ഇടയ്ക്ക് പറയാറുണ്ട്, മുന്നണി തോക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇല്ല, ഇടയ്ക്ക് പറയുന്ന പോസിറ്റീവായിട്ടുള്ള നമ്മളത് കേൾക്കത്തുള്ളൂ. അത് അപ്പൊ സുജയുടെ ഒരു ആരാധകൻ കൂടിയാണെന്ന് മനസ്സിലായി. സുജയ കോട്ടയംകാരിയാണ് ശരിക്കും. കോട്ടയംകാരിയാണ്, അത് അറിയത്തില്ല. അപ്പൊ ഇതാണ് ജസ്റ്റിന്റെ വീടാണ്. ജസ്റ്റിന്റെ വീട് എവിടെയാ ഇരിക്കുന്നത് പ്രവീണ? മറ്റേ 24 മറ്റേ അശ്വമേധത്തില് എന്നെ രണ്ടാമത് വീടിന്റെ മേളിൽ. ജസ്റ്റിന്റെ വീട് എവിടെയാണെന്ന് പറഞ്ഞു കൊടുക്കാൻ. എന്റെ വീട് കോട്ടയം പുതുപ്പള്ളിയില് മീനടം എന്ന് പറയുന്നത് മീനടം പഞ്ചായത്തില് 2ാം വാർഡിലാണ്. എല്ലാ വണ്ടിയിലും എഴുതിയിട്ടുണ്ട് മീനടംകാരൻ എഴുതിയിട്ടുണ്ട്. ഇതൊന്നും പോരാഞ്ഞിട്ട് അതും കൂടി എഴുതി വെച്ചിട്ടുണ്ട്. നാടിനും കൂടെ ഒരു പ്രശസ്തി. അതെ അതാണ് തീർച്ചയായിട്ടും. കാരണം നമ്മുടെ നാട് ഉള്ളതുകൊണ്ട് നമ്മുടെ നാട് അങ്ങനെ അറിയപ്പെടണം. പുതുപ്പള്ളി എന്ന് പറയുമ്പോൾ ഉമ്മൻചാണ്ടി സാറ് എന്ന് പറയുന്ന പോലെ നമുക്ക് മീനടം നമ്മുടെ ചെറിയ പഞ്ചായത്താണ്. പുതുപ്പള്ളിയിലുള്ള ഒരു പഞ്ചായത്തല്ലേ മീനടം. മഴക്കെടുതിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം നമ്മുടെ 1-2 വാർഡുകളിലേ ഉള്ളൂ. അപ്പോൾ അതിൽ തീർച്ചയായിട്ടും ഇവിടുത്തെ പൊതുപ്രവർത്തനം അതുപോലെ തന്നെ ഇവിടുത്തെ പഞ്ചായത്ത് നല്ല രീതിയിലാണ്. അപ്പം ഇപ്പം ബ്ലോക്ക് പഞ്ചായത്താണെങ്കിലും ഗ്രാമപഞ്ചായത്താണെങ്കിലും ജില്ലാ പഞ്ചായത്തും സുരക്ഷയ്ക്കൊക്കെ ഇറങ്ങി തുടങ്ങിയോ പലയിടത്തും? തീർച്ചയായിട്ടും അതിന്റെ ഹെൽപ്പ് ലൈൻ നമ്പറും എല്ലാം വെച്ച് ഇന്നലെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അങ്ങനെ അതെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ജസ്റ്റിന്റെ വീട്ടിൽ വന്ന് കയറാൻ. ഞാൻ വെച്ചു ജസ്റ്റിന് എന്നെ ഓർമ്മ കാണില്ലെന്ന് വെച്ചു. ജസ്റ്റിന് ഓർമ്മയുണ്ടായിരുന്നു. എന്തായാലും നമ്മളെന്തായാലും ജസ്റ്റിനെ മറക്കില്ല. കാരണം ജസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിൽ നിന്ന് മാറുമെന്ന് പറഞ്ഞപ്പോൾ മുതൽ ജസ്റ്റിൻ താരമാണ്. അപ്പോൾ അതാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. പാട്ടായിട്ട് പാടുമോ? ചൂളടിക്കാതെ പാട്ട് പാടുമോ? എന്നാ പാട്ട് കൂടെ പാടിയേ. നാളാണോ? എന്നെയും കൂടി നാണിപ്പിക്കരുത്. ഓർക്കുന്നില്ല, അതാണ് പാട്ട് പാടി ഓർക്കുന്നില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ ഏതൊക്കെ മത്സരങ്ങളിൽ അതെ കുഞ്ഞിനെങ്കിൽ നാണോ? എനിക്കും കൂടി നാണമായി. അത് ഞാൻ വിശ്വസിക്കില്ല. പങ്കെടുത്തിട്ടുണ്ട്. സ്കേറ്റിംഗ് ആണ്. റണ്ണിങ്ങിനും സ്കേറ്റിങ്ങിനും. ഇനി ഒരു കാര്യം കൂടി ഉണ്ട്. ഞാൻ ഒരാളെ കാണിക്കട്ടെ. ജസ്റ്റിന് എന്തായാലും രാഷ്ട്രീയത്തിലൊക്കെ ഉള്ള കക്ഷിയല്ലേ. അപ്പോൾ ജസ്റ്റിന് ആളിനെ മനസ്സിലായാൽ ഒരു സമ്മാനം കിട്ടും. ഈ സമ്മാനം കിട്ടും. ഞങ്ങൾ വെറുതെ പറ്റിപ്പൊന്നുമല്ല. അതേ കണ്ടോ, ഞാൻ കാണിക്കാൻ പോകുന്നത് ഇയാളെയാണ് കേട്ടോ. എന്തായാലും ജസ്റ്റിന് പറയുമോ നോക്കാം. ജസ്റ്റിന് ഇതാരാ? കോൺഗ്രസിന്റെ സമ്പന്നനായ നേതാവ്. പേര് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ചാണ്ടിയമ്മനോട് പറയും. പേര് കാണിച്ചു. പേര് ചാണ്ടിയമ്മനോട് പറഞ്ഞ ഞങ്ങള് പേര് കിട്ടുന്നില്ല. ഞാൻ വേറൊരാളെ പറഞ്ഞുതരാം. സച്ചിൻ പൈലറ്റ് പുള്ളിയും കൂടെ തമ്മിൽ കുറച്ച് ഇവർ രണ്ടുപേരും പേരിന് കിട്ടുന്നില്ല കൃത്യമായിട്ട്. ഇവർ രണ്ടുപേരും നല്ല ഉണ്ടായിരുന്ന ആളാണ്. പക്ഷെ എന്നുണ്ടെങ്കിൽ അതെല്ലാം പറഞ്ഞ് രമ്യതപ്പെടുത്തി അതിനകത്ത് ചാണ്ടിയമ്മനും കൃത്യമായിട്ട് ബന്ധപ്പെട്ട് നിന്നയാളാണ്. നല്ല തണുപ്പാണ് കക്ഷി. പ്രവീണ കോട്ടയക്കാരുടെ പേര് മറന്നുപോയി. കോൺഗ്രസ്സുകാരാ മാനം കപ്പലേറി പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ സച്ചിൻ പൈലറ്റിനെയൊക്കെ വെള്ളം കുടിപ്പിച്ച കക്ഷിയാ. സച്ചിൻ പൈലറ്റിനെ വെള്ളം കുടിപ്പിച്ചതാണ്. പക്ഷെ എന്നുണ്ടെങ്കിൽ ഇവര് രണ്ടുപേരും പേര് കൃത്യമായി കിട്ടുന്നില്ല. കാരണം ഒരു ക്ലൂ കൂടി കൊടുക്കുന്നില്ല. അതെ കൃത്യമായിട്ട് അതെ. ബാക്കി പറയോ? അതെ അശോകന് ക്ഷീണമാകാം പ്രവീണ. എന്തായാലും ജസ്റ്റിന് പറഞ്ഞില്ല, അച്ഛൻ പറഞ്ഞില്ല. അപ്പൊ ഞാൻ എന്തായാലും അച്ഛനൊരു സമ്മാനം കൊടുക്കുന്നുണ്ട് കേട്ടോ. വലിയ രാഷ്ട്രീയ നേതാവെന്നൊക്കെയാണ് പറയണതെങ്കിലും അതാരാ? സ്വന്തം നാട്ടുകാരനെ മറന്ന ആളാണോ? വേണ്ടോ എന്നെ? ആ വാളെ പോലെ ജസ്റ്റിന് എന്തായാലും ഇല്ല. ജസ്റ്റിന് കൊടുക്കരുത് കേട്ടോ. ആയിക്കോട്ടെ. നാണം കെടുത്തി. കോൺഗ്രസ്സുകാർ തന്നെ നാണം കെടുത്തിയ ആളാ. അപ്പോൾ ജസ്റ്റിന്റെ വീട്ടിലെ പരിപാടിയാണ്. ഇനി ഞങ്ങളൊരു കോഫിയൊക്കെ കുടിച്ചിട്ട് പതിയെ ഇവിടുന്ന് പോകാനുള്ള പരിപാടിയാണ്. സുജയ് എന്തായാലും അവിടെ നിന്ന് കോഫി കുടിച്ചോളൂ.
Okay. അപ്പോ ഞങ്ങളെ കോട്ടയത്ത് ഞങ്ങൾ വന്നു കയറി എന്തായാലും കുഴപ്പമില്ലായിരുന്നു, ഞെട്ടിയൊന്നുമില്ല. അല്ലെങ്കിലും കോട്ടയംകാരെ അങ്ങനെ ഞെട്ടിക്കാനൊന്നും പറ്റില്ല. തിരുവനന്തപുരത്ത് നിന്ന് ബസ് പിടിച്ച് വന്നിട്ടൊന്നും കാര്യമില്ല. ഓക്കെ, അപ്പോ പി ആർ പ്രവീണ അറിയാം, ഇവിടെ ഒരുപാട് ബസ് ഉണ്ട്, എന്തായാലും ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ബസ്. അപ്പോൾ പി ആർ പ്രവീണ, താങ്ക് യു. നല്ലൊരു മൊമെന്റ്സ് ആയിരുന്നു അവിടെ. സർപ്രൈസ് ആയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ സർപ്രൈസ് ആയത് ഗേലോട്ടിനെ തിരിച്ചറിയാതെ വന്നപ്പോഴാണ്. അപ്പോൾ ആ സൂപ്പർ സർപ്രൈസ് തന്ന ജസ്റ്റിനെ എന്തായാലും എനിക്കും ഓർമ്മയുണ്ട്. അപ്പോൾ ജസ്റ്റിൻ, നമുക്ക് എപ്പോഴെങ്കിലും കോട്ടയത്ത് വരുമ്പോൾ വീണ്ടും കാണാം. താങ്ക് യു ഫോർ ജോയിനിങ് us, ജസ്റ്റിൻ ആൻഡ് ഫാമിലി. അപ്പോൾ വീട്ടിൽ റിപ്പോർട്ടർ ഇങ്ങനെയൊക്കെ വരും, അങ്ങനെ പലതും ചോദിക്കും. അപ്പോൾ നമ്മുടെ സ്വന്തം പാർട്ടിയിൽപ്പെട്ട നേതാക്കളെയൊക്കെ എല്ലാവരും ഒക്കെ ഒന്ന് കണ്ടുവെക്കുന്നത് നല്ലതാട്ടോ. അല്ലെങ്കിൽ ഇതുപോലെ ചിലപ്പോൾ ഒന്ന് ചെറുതായിട്ടത് ചമ്മേണ്ടി വരും. പക്ഷേ ജസ്റ്റിനും കുടുംബവും നല്ല വൈബുള്ള ഫാമിലിയാണ് അല്ലേ. അച്ഛനും അമ്മയും ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു നല്ല വീട്.